എന്ന് പറഞ്ഞു. സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ഭഗവാനും പറഞ്ഞിട്ട് പറഞ്ഞു, എന്തായാലും താൻ വന്നതല്ലേ, താൻ ഇന്നു മുതലാ വരിക എന്നുള്ളത് ആ ചുമരിന്റെ മുകളിലൊന്ന് എഴുതിക്കോളുക, എന്നിട്ട് പോയിക്കോളൂ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഫുൾ ടൈം റെസ്റ്റ് ആണല്ലോ ഭഗവാൻ, അപ്പൊ ഞാൻ ഉണർന്നിട്ട് നോക്കിക്കോളാം എന്നും പറഞ്ഞു ശനിദേവന്റെ അടുത്ത്. എന്നിട്ട് ഭഗവാൻ കിടന്നു കേട്ടോ അവിടെ. ശനിദേവൻ എന്ത് ചെയ്തു, നാളെ മുതലാണ് ശനിയുടെ അപഹാരം തുടങ്ങുന്നത്, അപ്പൊ നാളെ എന്ന് എഴുതി വെച്ചിട്ട് ശനിദേവൻ അങ്ങോട്ട് പോയി. ഭഗവാൻ ഉണർന്നു നോക്കിയപ്പോൾ നാളെ ഇന്ന് കണ്ടു. അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ ശനിദേവൻ എത്തി മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക്. ഞാൻ വന്നിട്ടുണ്ട്, ഇന്ന് മുതലാണ് ആരംഭിക്കണതെന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ എണീറ്റിട്ട് താനൊന്നും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ട് ആ ചുമരിന്റെ അടുത്തേക്ക് പോയിട്ടോ ശനിദേവന്റെ കയ്യും പിടിച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു, താൻ എന്തേ എഴുതിയിരിക്കണേ, നാളെ എന്നല്ലേ, പോയിട്ട് നാളെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ശനിദേവൻ എന്ത് ചെയ്തു, പോയി. പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം വന്നിട്ടും പറഞ്ഞു, തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഇതേപോലെ ശനിയുടെ കൈയും പിടിച്ചിട്ട് ആ ചുമരിന്റെ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, താൻ എന്താ എഴുതിയിരിക്കണത്, നാളെ എന്നല്ലേ, അപ്പൊ നാളെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും ശനി ഇങ്ങോട്ട് വരും. പിന്നെയും ഭഗവാൻ